നമസ്കാരം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പാർട്ടിക്ക് പുറത്തു നിന്നുമാണ് ഗൂഢാലോചന നടന്നത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് രാഹുൽ രംഗത്ത് വന്നത്. 24 ന്യൂസ് ചാനലിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ തന്റെ ഭാഗം ആദ്യമായി വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. തനിക്കെതിരായ കേസിലെ അതിജീവിതമാർ മുഴുവൻ ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പുറത്തു വിടണമെന്നും രാഹുൽ പറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നത് അപൂർണമായ ചാറ്റുകളാണ്. താൻ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണം ശരിയല്ല. മൂന്നാം പരാതിക്കാരിയോട് ഫ്ളാറ്റ് വാങ്ങിത്തരാൻ താൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. സംസാരിച്ചത് സ്വയം ഫ്ളാറ്റ് വാങ്ങുന്ന കാര്യമാണ്. ചെരുപ്പ് നൽകി എന്നത് വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് എന്നും രാഹുൽ അഭിമുഖത്തിൽ പറഞ്ഞു. ഞാൻ എങ്ങോട്ടും പോകില്ല. ഞാൻ തുറന്നു പറയാനാണ് പോകുന്നത്. അതിനായി കോടതി ഇടപെടലുകൾ നടത്തുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളെ കൺവിൻസ് ആക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ തുറന്നു തന്നെ പറയും. കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ മറുപടി പറയുന്നതിൽ പരിമിതികളുണ്ട് എന്നും രാഹുൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയപ്പോൾ താൻ തകർന്നു പോയി എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാർട്ടി നൽകിയത് വലിയ ശിക്ഷയാണ് എന്നും തന്റെ ഭാഗം കേൾക്കാത്തത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കിയെന്നും രാഹുൽ പറഞ്ഞു. പാലക്കാട് മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടിയുടെ തീരുമാനം എന്ത് തന്നെയായാലും തനിക്ക് ജീവശ്വാസമുള്ളിടത്തോളം കാലം അത് അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ബോധ്യത്തിൽ നിന്നുമാണ് തീരുമാനമെടുത്തത് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹവുമായി അവസരം കിട്ടിയാൽ സംസാരിക്കുമെന്നും രാഹുൽ പറഞ്ഞു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ അയോഗ്യതാ പരാതി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് നിയമസഭാ എത്തിക്സ് പ്രിവിലേജ് കമ്മിറ്റി. കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. DK മുരളി MLA-യുടെ പരാതി പരിശോധിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിൽ നിന്നും വിശദീകരണം തേടും. വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കും. നിയമസഭയായിരിക്കും റിപ്പോർട്ടിലെ ശുപാർശയിൽ അന്തിമമായ നടപടി സ്വീകരിക്കുക. ഇത്തരത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ നിയമ പ്രതിസന്ധികളിലും രാഹുലിന് താങ്ങായി നിൽക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായ ഫെനി നൈനാൻ. 3 പീഡന കേസുകളിൽ രാഹുൽ പ്രതിയാക്കപ്പെട്ടപ്പോഴും നിരവധി ആരോപണങ്ങൾ വേട്ടയാടിയപ്പോഴും അചഞ്ചലനായി ഫെനി രാഹുലിനൊപ്പം തന്നെ നിന്നു. ഈ സൗഹൃദം ഫെനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ ചെറുതല്ല. രാഹുൽ പ്രതിയായ 2ാമത്തെ പീഡന കേസിൽ ഫെനി നൈനാനും പ്രതിയാക്കപ്പെടുന്നു എന്ന വാർത്തകൾ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും രാഷ്ട്രീയവും പ്രതിസന്ധിയിലായി. ഫെനി ഒളിവിൽ പോയി എന്ന തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തകൾ നൽകി. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ഫലത്തെ പോലും ദോഷകരമായി ബാധിച്ചു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുകയും 18 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു. ആ കഠിനമായ ദിവസങ്ങളിലും രാഹുലിനെ തള്ളിപ്പറയാൻ ഫെനി തയ്യാറായില്ല. എന്ന് മാത്രമല്ല, നിയമ പോരാട്ടങ്ങൾക്കും രാഹുലിനെ പുറത്തെത്തിക്കാനുമുള്ള അണിയറ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ഈ ഉറ്റ സുഹൃത്ത് തന്നെയായിരുന്നു.